അറക്കൽ ബീവി ഭാഗം 22. അമ്മൻ ഫ്രഷായി ഇറങ്ങിയിട്ടും സനുവിന് അവിടുന്ന് എണീക്കാൻ തോന്നിയില്ല. പെണ്ണേ, എണീറ്റ് ഫ്രഷായി നിസ്കരിച്ചേ, നമുക്ക് പോവണ്ടേ? മിററിന് മുൻപിൽ മുടി ചീകുമ്പോൾ അമ്മൻ പറഞ്ഞു. മിററിലൂടെ അവളെ പാളി നോക്കാനും അവൻ മറന്നില്ല. വിളിച്ചത് കേട്ടപ്പോൾ സനു എണീറ്റ് അവനെ നോക്കാതെ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. അവിടെയുള്ള മിററിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് അവൾ നോക്കി നിന്നു. കവിളിലെ ചുവപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ചുണ്ടിനും ഇപ്പോൾ പ്രത്യേകമായ ചുവപ്പ് അവൾക്ക് തോന്നി. നേരത്തെയുള്ള ഓർമ്മകൾ വീണ്ടും അവളിൽ നാണത്തിൻ്റെ ചുവപ്പ് വിരിയിച്ചു. ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ വീണ്ടും അവൻ വിളിച്ചാലോ എന്ന് കരുതി അവൾ വേഗം ഫ്രഷായി ഇറങ്ങി. അപ്പോഴേക്കും അവൻ താഴേക്ക് പോയിരുന്നു. നിസ്കാരശേഷം അവളും താഴേക്ക് ചെന്നു. അടുക്കളയിൽ ചായയും കടിയും റെഡിയാക്കുന്ന പണിയിലാണ് റാബിയ. സനുവിനെ കണ്ടപ്പോൾ അവരൊന്നു ചിരിച്ചു. ഉറങ്ങി ക്ഷീണം തീർത്തോ രണ്ടാളും? ഈ ചായയൊക്കെ ഒന്ന് ടേബിളിലേക്ക് കൊണ്ട് വെക്കൂട്ടോ മോളെ, ചായ കുടിച്ചിട്ട് നമുക്കിറങ്ങണം. ശരി ഉമ്മി. അവൾ ചായ എടുത്തു വെച്ച ട്രേയുമായി ലിവിംഗ് റൂമിലേക്ക് നടന്നു. പിന്നാലെ ഉള്ളിവട നിരത്തിയ പ്ലേറ്റുമായി റാബിയയും. അവിടെയുള്ള ടീപ്പോയിലേക്ക് കയ്യിലുള്ളത് കൊണ്ടുവച്ചു. അവരും അമൻ്റെയും സമതിൻ്റെയും അടുത്തേക്കിരുന്നു. ചായ എടുക്കുമ്പോൾ അമൻ സനുവിനെ ഒന്ന് പാളി നോക്കി. അവൾ തല കുനിച്ചിരിപ്പുണ്ട്. കവിളിലും ചുണ്ടിലും നേരത്തെയുള്ള അരുണിമ തങ്ങി നിൽക്കുന്നത് പോലെ അവന് തോന്നി. ചായ സിപ്പ് ചെയ്തപ്പോൾ നേരത്തെ നുകർന്ന തേന്മധുരമായിരുന്നു നല്ലതെന്ന് അവൻ കുസൃതിയോടെ ഓർത്തു. രണ്ടുപേരുടെയും പരുങ്ങലും ചിരിയും കണ്ട് റാബിയയും സമതും പരസ്പരം നോക്കി ചിരിച്ചു. ഈ ഉള്ളിവട ഞാൻ ആർക്ക് വേണ്ടിയാ ഉണ്ടാക്കിയത്? നിങ്ങൾ രണ്ടുപേർക്കും ചായ മാത്രം മതിയോ? കടിയൊന്നും വേണ്ടേ? റാബിയ ചോദിച്ചപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നുണർന്നത്. സനുവും ചമ്മിയൊരു ചിരി പാസാക്കി ഒരു ഉള്ളിവട എടുത്തു കടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞ് എല്ലാവരും വേഗം ഡ്രസ്സ് മാറിക്കോളൂ, നമുക്ക് 6 മണിക്ക് തന്നെ ഇറങ്ങണം, സമത് ഓർമ്മിപ്പിച്ചു. എല്ലാവരും സമ്മതമെന്നോണം തലയാട്ടി. ചായ കുടിച്ചു കഴിഞ്ഞു ഗ്ലാസ് ട്രേയിലേക്ക് വെക്കുമ്പോൾ അമൻ സനുവിനെ വീണ്ടും നോക്കി. ആ സമയം അവളുടെയും നോട്ടം അങ്ങോട്ടായിരുന്നു. നോട്ടം തമ്മിലിടഞ്ഞപ്പോൾ അവൻ സൈറ്റടിച്ചു കാണിച്ചു. അതിനവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ടപ്പോൾ അവൻ ചിരിച്ചുകൊണ്ടെണീറ്റു പുറത്തേക്ക് നടന്നു. കൃത്യം 6 മണിക്ക് തന്നെ അവർ വീട്ടിൽ നിന്നിറങ്ങി. ഓഫീസിലെത്തിയപ്പോൾ അവിടെ ആരും എത്തിയിരുന്നില്ല. എല്ലാവർക്കും 8 മണിക്ക് ശേഷമാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും 5 മണിക്കല്ലേ വീട്ടിലേക്ക് പോകുന്നത് തന്നെ. അവർ 4 പേരും കൂടി കോൺഫറൻസ് ഹാളിൽ ഒരു പാർട്ടിക്ക് വേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം നടത്തി. മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ അവർ നേരെ ഫ്ലാറ്റിലേക്ക് കയറി. അവിടെ നിന്ന് എല്ലാവർക്കും നിസ്കരിക്കാമെന്ന് കരുതി ഒരു റൂമിൽ സമതും റാബിയയും കയറിയപ്പോൾ മറ്റേ റൂമിലേക്ക് കയറിയ അമൻ്റെ പിന്നാലെ സനുവും കയറി. സനു അകത്തേക്ക് കയറിയപ്പോൾ വാതിലടച്ചുകൊണ്ട് അമൻ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തു. പെട്ടെന്നായതുകൊണ്ട് അവൾ പേടിച്ച് അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. എൻ്റെ പെണ്ണ് പേടിച്ചു പോയോ? നിനക്കെന്താണ് ഒരു ഒളിച്ചുകളി? നീ തന്നെയല്ലേ എന്നെ നേരത്തെ വശീകരിച്ചത്? എന്നിട്ടിപ്പോൾ എന്താണ് പെണ്ണിൻ്റെ ഒരു നാണം? മുഖം കുനിച്ചു നിന്ന അവളുടെ മുഖമുയർത്തിക്കൊണ്ട് പ്രണയത്തോടെ അമി ചോദിച്ചു. ഒന്ന് പോയിക്ക, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പിന്നെയും നാണം വരൂട്ടോ. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് എനിക്ക്. അവൻ്റെ ഷർട്ടിൽ തിരിച്ചു കളിച്ചുകൊണ്ടവൾ പറഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ മറുപടി വീണ്ടും വീണ്ടും അവനെ അവളിലേക്ക് അടുപ്പിച്ചു. അതെ അതെ, ശീലമായാൽ ഈ നാണം അങ്ങ് പോകും, അത് ഞാൻ സെറ്റാക്കി എടുത്തോളാം, കള്ളച്ചിരിയോടെ അമ്മൻ പറഞ്ഞു. ദേ, ഇപ്പോൾ ഉപ്പ വിളിക്കും, കിന്നാരം പിന്നെ പറയാം, നമുക്ക് വേഗം നിസ്കരിക്കാൻ നോക്കാം. അവൾ അവൻ്റെ കൈ മാറ്റിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്ന് മടർന്നു മാറി. ഫംഗ്ഷൻ നടക്കുമ്പോഴും അമനും സനുവും നോട്ടത്തിലൂടെ പ്രണയം കൈമാറിക്കൊണ്ടിരുന്നു. അവർ രണ്ടുപേരും വീണ്ടും ഒരു കൂടിച്ചേരലിന് വേണ്ടി കൊതിച്ചു. ഫംഗ്ഷൻ വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞു. ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും റാബിയയെ പരിചയപ്പെട്ടു. അമൻ്റെ ഉമ്മ കൂടിയാണെന്നറിഞ്ഞവർ അങ്ങനെ ഒരു പരിചയം കൂടി പുതുക്കി. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു തിരിച്ചു കാറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ സമത് പറഞ്ഞു. നാളെപ്പോഴീ ആ കേസ് ഫയൽ ചെയ്യണം. നീ പോകുമോ മോനെ? പോകാം ഉപ്പ, സനുവിനെ കോളേജിൽ ഇറക്കുകയും ചെയ്യാലോ. അത് ശരിയാ. ഷെഫീഖിൻ്റെ വീട്ടിലൊന്ന് നമുക്ക് 2 പേർക്കും കൂടി പോകണം. അവർ എന്തുദ്ദേശം കൊണ്ടാണ് എന്ന് നേരിട്ടറിയണം. കേസിനൊന്നും വലിയ ബലമുണ്ടാവില്ലല്ലോ. പോവാം ഉപ്പ, ഞാനത് ഉദ്ദേശിച്ചിട്ടുണ്ട്. മോൾക്കൊന്നും പറ്റാത്തത് വലിയ ഭാഗ്യം കൊണ്ടാണ്. അവനെങ്ങാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഓർക്കാൻ കൂടി വയ്യ. കോളേജിൽ നല്ല ജിമ്മൻ ചക്കന്മാരുണ്ടെന്ന് മനസ്സിലായി. അവർ നന്നായി പെരുമാറിയിട്ടുണ്ട്. അവൻ എന്തായാലും ഇനി 2 മാസമെങ്കിലും എടുക്കും ഒന്ന് നേരെ എണീറ്റ് നടക്കാൻ. അവൻ അതും പറഞ്ഞു ചിരിച്ചു. എന്തുകൊണ്ടോ സനുവിൻ്റെ നിക്കാഹിൻ്റെ ദിവസം സമതിൻ്റെ ഓർമ്മയിലേക്കെത്തി. അന്നത്തെ ദിവസം രാവണയുമ്പോൾ ഈ ഇണക്കുരുവികൾ കൊക്കുരമ്മി പ്രണയിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട് നിലാവ് പോലും നാണിച്ചു മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. പിറ്റേന്ന് അമൻ്റെ കൂടെ കോളേജിലേക്ക് പോകുമ്പോൾ സനു അവനോട് ചേർന്നിരുന്നു. അവനും തൻ്റെ ചുറ്റിപ്പിടിച്ച അവളുടെ കയ്യിൽ ഇടയ്ക്കിടെ തലോടിക്കൊണ്ടിരുന്നു. പെണ്ണേ, നീ ഇന്ന് വരില്ലേ വീട്ടിലേക്ക്? അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കാണോ പോവുക? ഞാൻ വെള്ളിയാഴ്ച വരാം അമിക്ക. 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എങ്കിലും എനിക്ക് ബസ് യാത്ര നല്ല ക്ഷീണമാണ്.
അതിന് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനും വരാം. നീയില്ലാതെ ഇപ്പോൾ എനിക്ക് പറ്റാത്ത പോലെ. പ്ലീസ് പെണ്ണേ, അവൻ കൊഞ്ചിക്കൊണ്ട് കെഞ്ചി. വിരഹത്തിനും കുറച്ച് മധുരമില്ലേ മുത്തേ? എക്സാം അടക്കം 3 മാസം കൂടിയേ എനിക്ക് ക്ലാസ്സുള്ളൂ. അതുവരെ എൻ്റെ ചെക്കൻ ഒന്ന് ക്ഷമിക്ക്. അവൻ്റെ പുറത്ത് മുഖം ചേർത്തവൾ പറഞ്ഞു. അവൾക്കും അവനെ പിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ആ നെഞ്ചിൽ ചേർന്നുറങ്ങാൻ വല്ലാത്തൊരു ഫീലാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ സുഖം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അടുത്താവുമ്പോൾ പഠനമൊന്നും നടക്കില്ല. പ്രേമിച്ചങ്ങനെ നടക്കാൻ തോന്നും. കോളേജിൻ്റെ മുൻപിൽ ഇറങ്ങുമ്പോൾ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു, നീ കൂടെ വന്നില്ലേലും ഞാൻ ഇടയ്ക്ക് കാണാൻ വരും. അയ്യേ, ഇന്നിപ്പോൾ ചൊവ്വ ആയി. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വരില്ലേ? ഇതെന്താ പൈങ്കിളിക്കാമുകനാണോ? അവൾ കളിയാക്കി. പോടി, നിനക്കെന്താ? ഞാൻ എൻ്റെ പെണ്ണിനെ കാണാനല്ലേ വരുന്നത്? അവൻ കിറുവിച്ചു. ഏയ് അറക്കൽ ബീവി, ഇതാണോ നിന്റെ രാജകുമാരൻ? കോളേജ് കൈവരിയിലിരുന്ന് ചക്കന്മാൻ വിളിച്ചു ചോദിച്ചു. അവൾ അതിനൊന്ന് ചിരിച്ചു കൈവീശി. അറക്കൽ ബീവിയോ? അതെന്താ പെണ്ണെ നിന്നെ അവരങ്ങനെ വിളിച്ചത്? അതൊക്കെ ഫൗസിൻ്റെ പണിയാ. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പോട്ടെ, കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. എങ്കിലൊക്കെ വൈകിട്ട് വിളിക്കാം. ഫ്രീ ആവുമ്പോൾ മെസ്സേജ് അയക്കിട്ടോ, അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. എല്ലാം കഴിഞ്ഞു അവൻ ഓഫീസിലേക്ക് പോയി. അവൻ വരുന്ന നേരം പണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞിനെയും തേടി ഒരു ഉപ്പ അവരുടെ ഓഫീസിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. മകൻ തന്നോട് എങ്ങനെ പെരുമാറുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ലാതെ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലാണ് കക്ഷി. സിയൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുറ്റത്തേക്ക് വണ്ടി നിർത്തുമ്പോൾ അയാളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. ഇനി എന്തും സംഭവിക്കാം. ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തത്. എങ്കിലും പ്രായമായ ഉമ്മയുടെ ആവശ്യം ഉന്നയിക്കുക എന്നൊരു കാര്യമേ നടക്കൂ. എന്തും നേടാനൊരുങ്ങിക്കൊണ്ട് അയാൾ ഓഫീസിലേക്ക് അടുത്തു തുടങ്ങി. അലിയെ കണ്ടു സെക്യൂരിറ്റി രാമേട്ടൻ അത്ഭുതം കൂറി നിന്നു. ഇതുവരെ ഇയാളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അമ്മനെ മുറിച്ചു വെച്ച പോലെയുള്ള രൂപം കണ്ട് അവൻ്റെ റിലേറ്റീവായിരിക്കും എന്ന് അയാൾ ഊഹിച്ചു. അലി അയാളെ നോക്കി ചിരിച്ചപ്പോൾ അയാളും തിരിച്ചു ചിരിച്ചു. നേരെ എൻക്വയറി സെക്ഷനിൽ സമദിനെ കാണാൻ വേണ്ടി അയാൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. അയാളെ കണ്ടപ്പോൾ അവിടെയുള്ള പെൺകുട്ടി രാമേട്ടനെ പോലെ തന്നെ ചിന്തിച്ചു. അവൾ വേഗം സമദിനെ കോണ്ടാക്റ്റ് ചെയ്തു. അകത്തേക്ക് കടത്തിവിടാൻ പറഞ്ഞപ്പോൾ അലിക്ക് സമദിൻ്റെ ക്യാബിൻ ആ പെൺകുട്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സാർ അങ്ങോട്ട് ചെന്നോളൂ. സാർ ഷഹബാസ് സാറിൻ്റെ ആരെങ്കിലുമാണോ? അതെ, ചെറുചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ അവൾ കാണിച്ചു കൊടുത്ത ക്യാബിനിലേക്ക് നടന്നു. ഡോർ നോക്ക് ചെയ്ത ശേഷം അയാൾ അകത്തേക്ക് കയറി. ഫയലിൽ എന്തോ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമദ് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് തല ഉയർത്തി നോക്കി. അലി അക്ബറിനെ മുന്നിൽ കണ്ടപ്പോൾ സമദിൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടൽ തന്നെയുണ്ടായി. അവർ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലുടക്കിയപ്പോൾ രണ്ടുപേർക്കും വിവേചിക്കാൻ അറിയാത്ത വികാരം ഉള്ളിൽ പിറവിയെടുത്തു. തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന അതിഥിയോട് ഇരിക്കാൻ പറയാൻ പോലും സമദിന് ഓർമ്മ വന്നില്ല. അലി അക്ബർ കുറച്ചുനേരം നിന്ന ശേഷം അയാൾ അവിടെയുള്ള കസേരയിലേക്കിരുന്നു. അപ്പോഴാണ് സമദിന് ബോധം വന്നത്. അയാളൊന്ന് വിളറിച്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് മറുപടി കൊടുക്കാൻ നാവ് ഉയരാത്തതുപോലെ അയാളൊന്ന് മൗനം പാലിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി, സമദ്, എന്നോട് ക്ഷമിക്കാൻ പറയാൻ പോലും ഞാൻ അർഹനല്ല എന്നറിയാം. എങ്കിലും എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണം. അവനോടും അവൻ്റെ ഉമ്മയോടും ഞാൻ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ അസുഖം ബാധിച്ചു കിടപ്പിലായ എൻ്റെ ഉമ്മയുടെ ഒരാഗ്രഹമാണ് അവനെ ഒന്ന് കാണുക എന്നത്. അതെങ്കിലും എനിക്കൊന്ന് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അലിക്ക, നിങ്ങൾ പ്രായം കൊണ്ട് എൻ്റെ മൂത്ത ആളാണ്. ഒരു ദയവ് കൂടാതെ ആ കുഞ്ഞു പൈതലിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ഞാനടക്കം ഒരുപാട് പേര് വിഷമിച്ചു പോയിട്ടുണ്ട്. ഒരു പിതാവിൻ്റെ വാത്സല്യം കിട്ടാതെ അവൻ 4 വയസ്സ് വരെ ജീവിച്ചു. പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്നതെന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നു? റാഹി മരിച്ചുപോയി എന്നാരോ പറഞ്ഞ് അറിഞ്ഞിരുന്നു. അലി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. റാഹി മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ നിന്ന് റാബിയ എന്ന അവൻ്റെ കുഞ്ഞുമ്മ അല്ലാത്ത എല്ലാവരെയും വിധി തുടച്ചു മാറ്റി. ഞാനടക്കം അവൻ്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയിരുന്നു. അത് കേട്ട് അലി ഞെട്ടിപ്പോയി. എന്താണ് പിന്നീട് സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് സമദിന് അറിയുന്നതെല്ലാം അലിയുടെ മുൻപിൽ വിവരിച്ചു പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കെൻ്റെ മോനോടൊന്ന് സംസാരിക്കണം. സമദ്, അവനെ ഒന്ന് വിളിക്കാമോ? പ്ലീസ്, പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഞാൻ വിളിക്കാം. പക്ഷേ അവൻ എന്തു തീരുമാനിക്കുന്നുവോ അതിന് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. ശരി, അത് മതി. സമദ് ഫോണെടുത്ത് അവനെ വിളിച്ചു. അവൻ ഫോണെടുത്ത് വെപ്രാളത്തിൽ ചോദിച്ചു. സാധാരണ ഒരു ക്യാബിനിൽ നിന്നും അടുത്ത ക്യാബിനിലേക്ക് ഫോണിൽ വിളിക്കാറില്ല. പെട്ടെന്ന് കോൾ വന്നപ്പോൾ അവനൊന്ന് പേടിച്ചു. എന്താ ഉപ്പാ വിളിച്ചത്? മോനെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ തീരുമാനം അതെന്തായാലും ഞാൻ കൂടെ ഉണ്ടാകും.
എന്താ ഉപ്പ ഇത്ര സീരിയസ് മാറ്റർ? അത് മോനെ, നിന്റെ ഉപ്പ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പയോ? അതെ, അറക്കൽ തറവാട്ടിലെ അക്ബർ അലി വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പ അറക്കൽ തറവാട്ടിലെ ആളാണോ? അവന് നേരത്തെ സനുവിനെ കുട്ടികൾ അറക്കൽ ബീവി എന്ന് വിളിച്ചത് ഓർമ്മ വന്നു. അവർക്കതെങ്ങനെ അറിഞ്ഞു എന്നവന് സംശയം തോന്നി. അതേ മോനെ, അയാൾ എൻ്റെ ക്യാബിനിലുണ്ട്. നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ശരി ഉപ്പ, ഞാൻ അങ്ങോട്ട് വരാം. എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ എൻ്റെ പിതാവിനെക്കുറിച്ച് ഇതുവരെ ഒന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അയാളെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. അമൻ വല്ലാത്തൊരു വികാരവിക്ഷോഭത്തോടെ പറഞ്ഞു. ഫോൺ കട്ടായതും 2 മിനിറ്റിന് ശേഷം സമദിൻ്റെ ക്യാബിനിൻ്റെ ഡോർ തുറന്നു. അവൻ അകത്തേക്ക് കയറി. ആ ഡോർ തുറന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അലി അക്ബർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അന്ന് കണ്ടതിലും സുന്ദരനായതുപോലെ അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം തിളങ്ങി. പക്ഷേ അലി അക്ബറിനെ കണ്ടു അമൻ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. തൻ്റെ അതേ മുഖവുമായി ഒരാൾ. തനിക്കൊരു 50 വയസ്സായാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ. ഇതാണോ തൻ്റെ ഉപ്പ? അവൻ അയാളെ തന്നെ തുറിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ട് അയാളൊന്ന് പതറിപ്പോയി. തൻ്റെ മനസ്സിൽ പോലും എവിടെയുമില്ലാത്ത ഒരു രൂപം. ഒരിക്കൽ പോലും ഉപ്പയെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്നറിയാം. 4-ാം വയസ്സിൽ ഉമ്മ മരിച്ചതുപോലും തനിക്കറിയില്ല. തൻ്റെ ഓർമ്മയിൽ അതൊന്നുമില്ല. പിന്നെങ്ങനെ അതിനു മുമ്പ് ജനിച്ച നാളിൽ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ ഉപ്പയെ എങ്ങനെ അറിയാനാണ്? അവൻ ഓർത്തു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് നിങ്ങൾ എന്നെയും തേടി വന്നത്? അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മോനെ, നിന്നോടും നിന്റെ ഉമ്മയോടും ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തത് തന്നെയാണ്. എങ്കിലും എൻ്റെ ഉമ്മ, അതായത് നിന്റെ വാപ്പുമ്മ, നിന്നെ കാണാൻ ആഗ്രഹം പറഞ്ഞു. അതൊന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നോടൊന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വരവ്. ഓഹോ, അത് ശരി. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിവ് എവിടുന്ന് കിട്ടി? 24 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ ഇതുവരെ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടോ നിങ്ങളെ എവിടെയും കണ്ടിട്ടോ ഇല്ലല്ലോ. അത് നിന്റെ നിക്കാഹിന് ഞാനും വന്നിരുന്നു. അന്ന് ഞാൻ നിന്നെ കണ്ടിരുന്നു. അതിനു മുമ്പ് ഒരുപാട് നിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു. എവിടെയും ഞാൻ കണ്ടെത്തിയില്ല. ഓഹോ, അങ്ങനെയാണോ? അത് ശരി. എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് എൻ്റെ കുഞ്ഞുമ്മയാണ്. ആ കുഞ്ഞുമ്മയോട് സമ്മതം ചോദിക്കാതെ ഞാൻ നിങ്ങളുടെ ഉമ്മയെ കാണാൻ പോലും വരില്ല. ആ പ്രായമായ സ്ത്രീ എന്നോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഉമ്മ സമ്മതിച്ചാൽ ഞാൻ വരും നിങ്ങളുടെ തറവാട്ടിലേക്ക്. മതി മോനെ, അത് മതി. നമ്മുടെ തറവാട്ടിൽ ആകെയുള്ള ആൻതരി നീയാണ്. കുടുംബത്തിലെ അടുത്ത അനന്തരാവകാശി അതും നീ തന്നെയാണ്. അലി അക്ബർ പെട്ടെന്ന് ഒരാവേശത്തിൽ പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു അജണ്ട കൂടി ഉണ്ടല്ലേ നിങ്ങളുടെ വരവിന് പിന്നിൽ? അതൊന്നും മനസ്സിൽ വെക്കേണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ബാപ്പുമ്മയെ കാണാൻ ഞാൻ ഒരു ദിവസം വരും. അതിനപ്പുറത്തേക്ക് എന്നിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. എൻ്റെ ഉമ്മ എന്നെ വളർത്തിയ രീതി ഇതായതുകൊണ്ടാണ് എന്നോട് തെറ്റ് ചെയ്ത നിങ്ങളോട് ഞാനൊന്നും മോശമായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തത്. അവൻ്റെ മറുപടി കേട്ട് അലി അക്ബർ തലകുനിച്ചു. അവൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ പോകാൻ വേണ്ടി എഴുന്നേറ്റു. അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. അയാൾ പോയപ്പോൾ അവൻ അവിടെയുള്ള കസേരയിലേക്ക് അമർന്നിരുന്നു. തല 2 കൈകളിൽ താങ്ങിക്കൊണ്ട് അവൻ മേശയിലേക്ക് ചാഞ്ഞു. സമദിന് അവൻ്റെ മാനസിക സംഘർഷം മനസ്സിലായിരുന്നു. അയാൾ എണീറ്റുപോയി കടുപ്പത്തിൽ ഒരു ചായ കൊണ്ടുവന്നു അവൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. അവന് ശക്തമായ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ചായ അവൻ വേഗം തന്നെ എടുത്തു കുടിച്ചു. അവൻ ഉമ്മയുടെ മടിയിൽ തല ചായ്ച്ചു കിടക്കാൻ ആ നിമിഷം ആഗ്രഹിച്ചു പോയി. അത് മനസ്സിലാക്കിയതുപോലെ അവൻ ചായ കുടി കഴിഞ്ഞപ്പോൾ സമദ് പറഞ്ഞു. മോനെ, നീ ഇപ്പോൾ വീട്ടിൽ പോയിക്കോളൂ. ഇന്ന് നിനക്കതാണ് ആവശ്യമെന്നെനിക്കറിയാം. ഇവിടെ ഞാൻ മാനേജ് ചെയ്തോളാം. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ എഴുന്നേറ്റു. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടുള്ള അവൻ്റെ ആ പോക്ക് കണ്ട് സമദിന് വല്ലാത്തൊരു വിഷമം വരുന്നുണ്ടായിരുന്നു. അലി അക്ബറിനോട് അയാൾക്കപ്പോൾ നല്ല ദേഷ്യം തോന്നി. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. തുടരും.